ഹലോ അസ്സാം വലൈക്കും. ഇന്നൊന്ന് ഫ്രിഡ്ജ് ക്ലീൻ ആക്കണം തീരുമാനിച്ച ദിവസമാണ്. അതിനുവേണ്ടി രാവിലെ തന്നെ എന്ത് ചെയ്ത് ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് അങ്ങോട്ട് ഓഫാക്കിയിട്ട് അപ്പോൾ പിന്നെ ഫീസറിൻ്റെ കട്ടയായ വെള്ളമൊക്കെ അങ്ങോട്ട് അലിഞ്ഞ് പുറത്തേക്ക് തറയിലേക്ക് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മടിയൊക്കെ പോയി നമ്മൾ പിന്നെ എന്ത് ചെയ്യും, സാധനങ്ങളൊക്കെ എടുത്ത് നിരത്തി വെക്കും. നിരത്തി വെച്ചപ്പോഴാണ് അവസ്ഥ കണ്ടത്. നമ്മൾ നോമ്പ് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. നോമ്പിന് മുന്നേ ക്ലീനാക്കി വെച്ചാണ്. ഇത് കണ്ടില്ല, നോമ്പിന് താരായിരുന്ന സമൂസ പതിരൊക്കെ ബാലൻസ് ഉണ്ട്. ഇനി അതെല്ലാം കളഞ്ഞ് ഒഴിവാക്കി ഫുള്ള് ക്ലീനാക്കി റെഡിയാക്കി വെച്ചാലൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇതെല്ലാം ഇതുപോലെ നമുക്ക് എടുത്തൂരി കഴുകാവുന്നതായതുകൊണ്ട് എല്ലാം എടുത്ത് വെച്ചിട്ട് പുറത്തൊക്കെ കുറേ സാധനങ്ങളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കി റെഡിയാക്കി ഒരു വെള്ള കളറിൽ അങ്ങോട്ട് കണ്ടാലേ ഉള്ളൂ നമുക്ക് മനസ്സിനൊരു സുഖം കിട്ടുള്ളൂ. പിന്നെ ഒരാഴ്ചയൊക്കെ ഉണ്ട് ഇങ്ങനെ ക്ലീനാക്കിയാൽ നിൽക്കുകയുള്ളൂ. പിന്നെ കുട്ടികളൊക്കെ ലീവായി നിൽക്കണമുണ്ട്. സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഏത് നേരം ഇനി ഫ്രിഡ്ജിനുള്ളിൽ എന്താ ഉള്ളതെന്ന് തിരഞ്ഞു നോക്കേണ്ടി വരും. അതിലൊന്നും കാര്യമായിട്ടും നമ്മൾ വെച്ചില്ലെങ്കിലും കുട്ടികൾക്കൊരു സമാധാനമാണ് അത് പോയി ഒന്ന് തുറന്ന് നോക്കണം. നമ്മളും പണ്ട് അങ്ങനെ തന്നെയായിരുന്നല്ലോ. ഇപ്പോൾ ഏകദേശമൊക്കെ ഫുള്ള് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അതുപോലെ തന്നെ നല്ല നല്ല സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഇത് മൈലാഞ്ചിയാണ്. മൈലാഞ്ചി പിന്നെ പറയണ്ടല്ലോ, പെരുന്നാൾ കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള പലതരം മെഹന്തികളുണ്ട്. അതെല്ലാം ഓരോ സ്ഥലത്ത് ഫിക്സ് ചെയ്ത് നല്ല ക്ലീനാക്കി ഇതുപോലെ ഫ്രിഡ്ജ് ഇപ്പോൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരാഴ്ച ഇതുപോലെ നല്ല പോലെ നിന്നെന്ന് പറയാം. ഏതായാലും ഇങ്ങനെ ഇരുന്ന് ക്ലീനായി കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സമാധാനമാണ്. ഇനി വേറെ പണിയൊന്നുമില്ല. എന്തായാലും ക്ലീനിങ് കഴിഞ്ഞാൽ മനസ്സിനൊരു സമാധാനമാണ് ഇതുപോലെ ക്ലീനായി കണ്ടാൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.